ഹരേ നാരായണ. കാപിലേയത്തിൻ്റെ അടുത്ത ഭാഗം പറയാം. ഭൗതികമായിട്ടുള്ള സുഖവസ്തുക്കളിൽ താല്പര്യമുള്ളവരായിട്ട് ജീവിച്ചിരുന്ന ആളുകളും അതുപോലെ തന്നെ പിതൃക്കളെ പൂജിക്കുന്നവരായിട്ടുള്ള ആളുകളും മരണശേഷം ദക്ഷിണായനം വഴി, അതായത് ദക്ഷിണായനം ഉത്തരായണം, ഇങ്ങനെയാണ് ഒരു വർഷത്തിന് രണ്ടായിട്ട് വിഭജിച്ചിട്ടുള്ളത്. അത് സെമിറ്റിക് മതങ്ങളിൽ ഇല്ല, ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ദക്ഷിണായനത്തിൽ 6 മാസങ്ങൾ, ഉത്തരായണത്തിൽ 6 മാസങ്ങൾ. ഉത്തരായണത്തിലെ 6 മാസങ്ങളിലാണ് ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവാദികൾ തുടങ്ങിയിട്ടുള്ള മംഗളകർമ്മങ്ങളൊക്കെ നടക്കാറുള്ളത്. അത് ഉത്തരായണം. മറ്റേത് ദക്ഷിണായണം. പിതൃകർമ്മങ്ങളൊക്കെ കൂടുതൽ ദക്ഷിണായനത്തിലാണ് ഉണ്ടാവുക. അത് കൂടുതലും അതിലെ ചില ഭാഗങ്ങളൊക്കെ മഴക്കാലത്താണ് വരിക. അതിനെക്കുറിച്ച് ഞാൻ പണ്ട് കുറേ മുമ്പ് ഈ വ്ളോഗിൽ തുടങ്ങിയ സമയത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ മാസങ്ങൾ എന്നുള്ളത് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വീഡിയോ ഞാൻ ഉപകാരപ്രദമായിട്ടുള്ളത് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കതിൽ കാണാം. അങ്ങനെ അവർ ദക്ഷിണായനത്തിലൂടെ, ആ ദക്ഷിണായനം കാലത്തിലൂടെ പിതൃലോകത്തിലേക്ക് എത്തിച്ചേരും മരണശേഷം. ഇവർ ഭൗതിക വസ്തുക്കളിൽ മാത്രം ആസക്തി വന്ന് ഭഗവാനോട് താല്പര്യമില്ലാതെ ജീവിച്ച് മരിച്ചവരാണെങ്കിൽ, ആണെങ്കിൽ എന്നാണ് പറഞ്ഞത്, ആണ് എന്നല്ല, ഇവർ വീണ്ടും മോക്ഷം കിട്ടാതെ ജനിച്ചും മരിച്ചും നട്ടം തിരിയുന്നു. ഭഗവാന്റെ കഥയെ ഉപേക്ഷിച്ച് മറ്റ് സുഖങ്ങൾ തേടിപ്പോകുന്ന ഈ ആളുകൾ യാതൊരു തരത്തിലും അവർക്ക് മോക്ഷം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മേ ഭവതി ഭഗവാന്റെ ഭക്തവാത്സല്യങ്ങളോടുകൂടിയ കഥകൾ കേട്ട് ഉറച്ച ഭക്തിയോടുകൂടി ആ ഭഗവാന്റെ പാദപത്മങ്ങളെ ആശ്രയിച്ചോളൂ. മോക്ഷത്തിന് ഏറ്റവും വലിയ, ഏറ്റവും നല്ല ഉപായം അത് മാത്രമാണ്, ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുക. ഭഗവാൻ വാസുദേവനിൽ ഭക്തി ഉറച്ചാൽ അതുവഴി അന്യമായിട്ടുള്ള വിഷയങ്ങളിൽ താല്പര്യക്കുറവ് വരും. നമുക്ക് ഭൗതിക വസ്തുക്കളോട് താല്പര്യം കുറയും. ബ്രഹ്മദർശനമാകുന്ന പരമജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വരും. സമമായിട്ടുള്ള വേദനങ്ങളിൽ പ്രിയമായത് അപ്രിയമായത് വിഷമം തുടങ്ങിയിട്ടുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാവും. അങ്ങനെയുള്ള ആളുകൾ ഒന്നിനോടും അമിതമായ താല്പര്യമില്ലാതെ, എന്നാൽ എല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെ ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന്മാർ, അവർ ഉത്തമമായിട്ടുള്ള മോക്ഷപദത്തെ പ്രാപിക്കുന്നു അമ്മേ എന്ന് പറഞ്ഞു. ജ്ഞാനമാത്രമായിട്ടുള്ള ആ പരബ്രഹ്മം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ, ഏകനാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു കപിലൻ. സെമിറ്റിക് മതങ്ങൾ നമ്മളൊക്കെ പരിഹസിക്കുന്നത് ഈ ഒരു കാര്യത്തിൻ്റെ പേരിലാണ്. ഭഗവാൻ ഉറപ്പിച്ചു പറയാണ്, ഒന്ന് മാത്രമാണ് അമ്മേ പരമാത്മാവ്. ആ ഒന്നിനെ തന്നെയാണ് പരമാത്മാവ്, ഈശ്വരൻ, പുരുഷൻ എന്നൊക്കെ പറയുന്നത്. അത് ആ ഒന്ന് തന്നെയാണ് ദൃശ്യമായിട്ടും അദൃശ്യമായിട്ടൊക്കെ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞു. സകല യോഗങ്ങളും സകല ശാസ്ത്രങ്ങളും നമ്മൾ പഠിക്കുന്നത്, ആത്യന്തികമായിട്ടുള്ള അതിൻ്റെയൊക്കെ പ്രയോജനമെന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളോടുള്ള താല്പര്യം കുറയ്ക്കുക എന്ന് മാത്രമാണ്. ഭഗവാനോട് താല്പര്യം വർദ്ധിപ്പിക്കുക. ഹരേ കൃഷ്ണ.